ചേട്ടാ, മലപ്പുറം കരുവാരിക്കുണ്ടിൽ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോയ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാണ്ടാവുന്നു. ഇന്ന് ആ പെൺകുട്ടിയെ ഒരു റെയിൽവേ ട്രാക്കിന് സമീപം ഒരു കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതൊരു കൊലപാതകമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ കാമുകനായ 16 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേരളമാകെ ഞെട്ടുന്ന ദാരുണമായൊരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് പുറത്തു വരുന്നത്. ഇത് കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 14 വയസ്സുകാരിയുടെ മൃതദേഹമാണ് ഇന്ന് സ്കൂളിൽ നിന്ന് 18 കിലോമീറ്ററോളം ദൂരെയുള്ള തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തെ ആളൊഴിഞ്ഞ പുറമ്പോക്ക് ഭൂമിയിൽ കണ്ടെത്തുന്നത്. ഈ പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ ഈ കൈകൾ മുന്നിലേക്ക് ബന്ധിച്ച് തുണി ഉപയോഗിച്ച് ബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഈ പ്രതി ആയിട്ടുള്ള +1 വിദ്യാർത്ഥിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് എന്ന് സംശയിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിലെ ഇരയുടെയും അതുപോലെ തന്നെ പ്രതിയാക്കപ്പെട്ട ഈ +1 വിദ്യാർത്ഥിയുടെയും പേര് പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഇരുവർക്കും പ്രായപൂർത്തിയാകാത്തതിനാൽ ഇവരുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പോലീസ് പറയുന്നത് പ്രകാരം ഈ പെൺകുട്ടി കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, ഈ 14 വയസ്സുകാരി. അപ്പോൾ ഈ സാധാരണയായിട്ട് എല്ലാ ദിവസവും ഈ പെൺകുട്ടിയും ഇവരുടെ മാതാവും 6ാം ക്ലാസ്സുകാരിയായ മറ്റൊരു സഹോദരി കൂടിയുണ്ട്. ഈ സഹോദരിയും ഈ 3 പേരും കൂടി, മാതാവ് ഉൾപ്പെടുന്ന ഈ 3 പേര് കൂടിയാണ് ദിവസവും ഈ സ്കൂളിലേക്ക് എത്താറുള്ളത്. ഈ മാതാവിന് ഈ സ്കൂളിന് സമീപത്തെ ഒരു സ്ഥാപനത്തിലാണ് ജോലിയുള്ളത്. അങ്ങനെ രാവിലെ 7:45 വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഈ 2 മക്കളെയും സ്കൂളിൻ്റെ മുന്നിലാക്കിയാണ് ഈ മാതാവ് ഈ സ്ഥാപനത്തിലേക്ക് ജോലിക്കായിട്ട് പോകുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്ന് ഈ പെൺകുട്ടി അമ്മയുടെ വീട്ടിലായതിനാൽ സ്കൂളിലേക്ക് എത്തിയിരുന്നില്ല. ഇന്നലെ രാവിലെയും പതിവ് പോലെ സഹോദരിയും അതുപോലെ തന്നെ ഈ 9ാം ക്ലാസ്സുകാരിയും അമ്മയോടൊപ്പം ഈ സ്കൂളിൻ്റെ മുന്നിലേക്ക് എത്തുന്നു. ഈ 6ാം ക്ലാസ്സുകാരി മാത്രമാണ് ഈ സ്കൂളിൻ്റെ ഉള്ളിലേക്ക്, ഗേറ്റിനുള്ളിലൂടെ അകത്തേക്ക് പോയത്. ഈ 9ാം ക്ലാസ്സുകാരി അകത്തേക്ക് കയറിയില്ല. അങ്ങനെ പിന്നീട് ഈ പെൺകുട്ടിയെ കാണാതാവുകയായിരുന്നു. സ്കൂളിലേക്ക് കയറാത്ത ഈ പെൺകുട്ടിയെ കാണാതാവുന്നു. വൈകിട്ടോടെയാണ് ഈ പെൺകുട്ടിയെ കാണാനില്ലെന്ന് ഇവരുടെ വീട്ടുകാർ, അതായത് മാതാവ് ഉൾപ്പെടുന്ന വീട്ടുകാർ മനസ്സിലാക്കുന്നത്. അങ്ങനെ വീട്ടുകാർ ബന്ധുക്കളെയൊക്കെ അറിയിക്കുന്നു. അങ്ങനെ ഏകദേശം ഇന്നലെ വൈകിട്ട് 6:30 ഈ മാതാവിൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അതിൽ സംസാരിക്കുന്നത് ഈ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി പറയുന്നു, താൻ ഈ വീടിൻ്റെ പരിസരത്തുണ്ട്, താൻ ഉടനെ വീട്ടിലേക്ക് എത്തിച്ചേരും, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടി പറഞ്ഞതെങ്കിലും വൈകിട്ടായിട്ടും പെൺകുട്ടിയെ കാണാനില്ല, സ്കൂളിലേക്കും എത്തിയിട്ടില്ല എന്നുള്ള വിവരം മാതാപിതാക്കൾ അപ്പോഴേക്കും അറിയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ബന്ധുക്കളെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ചറിയിക്കുന്നു. അപ്പോൾ പോലീസുകാരുടെ പ്രാഥമികമായിട്ടുള്ള ഒരു വീട്ടുകാരോടുള്ള ചോദ്യം ചെയ്യലിൽ തന്നെ അറിയുന്നത് ഈ പെൺകുട്ടിക്ക് ആ സ്കൂളിലെ തന്നെ +1 വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു യുവാവ്, അല്ലെങ്കിൽ +1 വിദ്യാർത്ഥിയുമായിട്ട് 16 വയസ്സുകാരനായ വിദ്യാർത്ഥിയാണ്, ഇയാളുമായിട്ടൊരു സൗഹൃദമുണ്ടായിരുന്നു, പ്രണയമുണ്ടായിരുന്നു. അങ്ങനെ ഈ പോലീസ് നേരെ ഇവരുടെ ആദ്യം തന്നെ ഈ പെൺകുട്ടിയുടെ മാതാവിൻ്റെ ഫോണിലേക്ക് വന്ന പെൺകുട്ടിയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. അങ്ങനെ ഈ പോലീസ് ഈ ഫോൺ ട്രേസ് ചെയ്തെത്തുന്നത് ഈ മലപ്പുറത്തെ ഈ തൊടിയപ്പുലം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണ് ഈ പെൺകുട്ടിയുടെ അവസാന ടവർ ലൊക്കേഷനായിട്ട് കാണിക്കുന്നത്. എന്നാൽ നിലവിൽ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ്, ഇതുവരെയായിട്ടും അത് ഓണായിട്ടുമില്ല. അങ്ങനെ ഈ തൊടിയപ്പുലത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി ഏകദേശം 8:30 എത്തി അവിടെയൊക്കെ പരിശോധന നടത്തുന്നു. എന്നാൽ പെൺകുട്ടിയെക്കുറിച്ച് സൂചനകളൊന്നുമില്ല. ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും ഇന്നലെ ഈ +1 വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് എത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതിൽ എത്രത്തോളം വ്യക്തതയുണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഈ പോലീസ് അന്വേഷണം നടക്കുന്നു. അതിനിടെ ഇന്നലെ രാത്രി ഏകദേശം 8:30 ഈ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഈ +1 വിദ്യാർത്ഥി തൊടിയപ്പുലത്തെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്ന് ഏകദേശം 750 മീറ്ററോളം മാറിയുള്ള ഒരു വീട്ടിൽ പരിഭ്രമിച്ച് ഓടിക്കിതച്ചെത്തി. ഇയാളുടെ ആവശ്യം കുടിക്കാൻ ഇച്ചിരി വെള്ളം തരണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയ ഈ വീട്ടുകാർ ഇയാളോട് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ഈ സമയത്ത് എന്താണ് ഇവിടെ കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് ഇയാൾ വണ്ടൂരിലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഇയാൾ അബദ്ധവശാൽ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ പോലീസിനെ കണ്ട് ഭയന്ന് ആ സമയത്ത് പോലീസിനെ കണ്ട് ഭയന്നോടി വീട്ടിലേക്ക് വന്നതാണെന്ന് അറിയിക്കുന്നു. വെള്ളം കൊടുത്തതിന് ശേഷം വീട്ടുകാരോട് ഇയാളുടെ ആവശ്യം തനിക്ക് തൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കണം എന്ന് പറയുന്നു. അതുപ്രകാരം ഈ വീട്ടുകാർ ഫോൺ ഇയാൾക്ക് കൊടുക്കുന്നു. ഇയാൾ അത് വെച്ച് ഇയാളുടെ പിതാവിനെ വിളിച്ച് പിതാവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവിനോടൊപ്പം വീട്ടിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇന്ന് രാവിലെ വീണ്ടും ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇവരെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ടവർ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണ്. അങ്ങനെ പോലീസ് വീണ്ടും തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിനിടെ പ്രദേശവാസികളുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പരിശോധന നടത്തുന്നതിനിടെയാണ് ഇന്ന് രാവിലെ 11 മണിയോടെ
ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാറിയുള്ള ആളൊഴിഞ്ഞ റെയിൽവേ പുറമ്പോക്ക് ഭൂമിയിൽ പെൺകുട്ടിയുടെ മൃതശരീരം കാണപ്പെടുന്നത്. ഇതൊരു പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇതൊരു ബലാത്സംഗം നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കൊലപാതകമാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞാൽ ഇത് പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ ഏകദേശം 5-6 പാസഞ്ചർ ട്രെയിനുകൾ മാത്രമാണ് ഈ റൂട്ടിൽ ആ ഒരു സ്റ്റേഷനിൽ നിർത്താറുള്ളത്. ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷനാണ് ഇത്. നമ്മുടെ മേലാറ്റൂർ, തുവ്വൂർ, പിന്നെ ഉള്ളത് ഈ തൊടിയപ്പുലമാണ്, പിന്നീട് വാണിയമ്പലം, അത് കഴിഞ്ഞാലാണ് നിലമ്പൂരുള്ളത്. അപ്പോൾ ഈ പ്രദേശത്തേക്ക് ട്രെയിനുകളൊന്നുമില്ല. ഇപ്പോൾ ഈ പെൺകുട്ടിയും ഈ ആൺ സുഹൃത്തും ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന റോഡുകൾ വളരെ വിരളമാണ്. ഇവരിങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ 16 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഈ കരുവാരക്കുണ്ടിൽ നിന്ന് 18 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് താണ്ടേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ഇവർ വന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം കരുവാരക്കുണ്ടിൽ നിന്ന് 7 കിലോമീറ്ററോളം മാറി മാത്രമാണ് തുവൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. തുവൂരിൽ നിന്ന് ഏകദേശം 3:30 വൈകിട്ട് 3:30 ഒരു പാസഞ്ചർ ട്രെയിൻ അവിടെ സ്റ്റോപ്പുണ്ട്. ഈ പാസഞ്ചർ ട്രെയിൻ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് എത്താവുന്ന സ്ഥലമാണ് തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവർ ഈ ട്രെയിൻ കയറിയാണോ ഇങ്ങോട്ടേക്ക് എത്തിയത്, അല്ലെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങൾ എന്തെങ്കിലും, ഗതാഗത മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇവർ ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് 4 പേർ ഈ വഴി നടന്നു പോകുന്നത് കണ്ടു എന്ന മൊഴി പ്രദേശവാസികൾ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഇരുവരും തനിച്ചാണോ, ഈ പെൺകുട്ടിയും സുഹൃത്തും മാത്രമാണോ, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതൊക്കെ തീർച്ചയായും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. ഇന്ന് 11 മണിയോടെയാണ് എന്തായാലും ഈ പെൺകുട്ടിയുടെ മൃത ശരീരം ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തുന്നതും പോലീസ് ഇയാളെ നേരെ ഈ +1 വിദ്യാർത്ഥിയിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ ഇയാൾ ഈ കൊലപാതക കുറ്റം സമ്മതിച്ചു. താൻ ശ്വാസം മുട്ടിച്ചാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നുള്ള കാര്യം ഇയാൾ പോലീസിനോട് തുറന്ന് സമ്മതിക്കാൻ തയ്യാറാവുകയാണ്. ഈ കുട്ടിയെക്കുറിച്ച് പ്രദേശവാസികൾ തന്നെ പറയുന്നത്, ഇയാളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഈ സ്കൂളിലെ ഈ കുട്ടിയെ അറിയാവുന്ന ആളുകളൊക്കെ പറയുന്നത് ഇയാൾ ഒരു ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. ഇയാളുടെ സ്വഭാവത്തിലടക്കം വലിയ മാറ്റങ്ങൾ, ഈ +1 വിദ്യാർത്ഥിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിക്ക് നേരത്തെ ഇയാളുമായിട്ട് സൗഹൃദമുണ്ടായിരുന്നു, പ്രണയമുണ്ടായിരുന്നു. ഇത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അറിയാമായിരുന്നു. അങ്ങനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പലവട്ടം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ +1 വിദ്യാർത്ഥിയോട് ആവശ്യപ്പെട്ടിട്ടും ഇയാൾ അതിന് തയ്യാറായില്ല. ഏതാനും 2 ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മാതാവ് ഇയാളെ താക്കീത് ചെയ്തിട്ടും നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്നൊരു പ്രകോപനപരമായ ഭീഷണിയാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിലായിട്ട് കിട്ടുന്ന പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. ഇതിൽ എത്രത്തോളം വ്യക്തതയുണ്ടെന്നൊക്കെ കൂടുതൽ അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഇത് കുട്ടികൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഈ ഓൺലൈൻ കാലഘട്ടമാണ്. ഈ കോവിഡിന് ശേഷം സ്കൂളുകളിലൊക്കെ ഈ ഓൺലൈൻ അധ്യയന രീതിയിലേക്ക് മാറിയതിന് ശേഷം ഈ കുട്ടികളുടെ കയ്യിൽ ഫോണുകൾ എത്താൻ തുടങ്ങി. പണ്ടൊക്കെ കുട്ടികൾക്ക് ഫോണൊക്കെ കിട്ടുന്നത് മാതാപിതാക്കളുടെ നിരീക്ഷണത്തിലായിരുന്നു. എന്നാൽ ഈ പരിമിതമായ ഫോണുകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമുള്ള വീട്ടുകാരാണെങ്കിൽ ഈ കുട്ടി എന്താണ് ഈ ഫോണിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും നോക്കാറില്ല. അങ്ങനെ നോക്കാത്ത അവസരങ്ങളാണ് ഇത്തരം ചതിക്കുഴികളിലേക്ക് പെൺകുട്ടികൾ വന്ന് വീഴാൻ സാധ്യതയുള്ളത്. ഈ വാട്സാപ്പിൽ കിട്ടുന്ന പാഠഭാഗങ്ങൾക്കപ്പുറത്തേക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചതിക്കുഴികളാണ് പെൺകുട്ടികളെ കാത്തിരിക്കുന്നത്. ഇവരെ വരുന്ന സൗഹൃദം, പെട്ടെന്ന് വരുന്ന ഒരു സൗഹൃദം, അവിടെ കാണുന്നൊരു ലോകം, അതിലേക്ക് ആകൃഷ്ടരായി പോകുന്നത് ഇത്തരം വലിയ ആപത്തിലേക്കാണെന്ന് തിരിച്ചറിയാൻ പെൺകുട്ടികൾക്ക് കേവലമായിട്ടുള്ള, അതായത് 5ാം ക്ലാസ്സിന് താഴേക്കുള്ള കുട്ടികൾ മുതൽ അങ്ങോട്ട് 10ാം ക്ലാസ് അതിന് മുന്നോട്ടും കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ അവർ ഉപയോഗിക്കരുതെന്ന് പറയാനും പറ്റില്ല, കാരണം അധ്യയനം അതുവഴിയാണ്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഒരു നിരീക്ഷണം, കർശനമായിട്ടുള്ള നിരീക്ഷണം ഈ കാര്യത്തിൽ വേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കും പറയാനുള്ളത്. എന്തായാലും ഇയാൾ ലഹരി മരുന്നിൻ്റെ +1 വിദ്യാർത്ഥി ഇത്തരത്തിൽ ക്രൂരമായൊരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ അസാധാരണമായിട്ടുള്ളൊരു ക്രിമിനൽ വാസനയുള്ളൊരു കുറ്റവാളിയാണ് അയാളിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടാണോ ഇയാൾ, ഇപ്പോൾ പ്രാഥമികമായിട്ട് പറയുന്നത് പോലെ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ, ലഹരി മരുന്ന് ഉപയോഗം ഈ ഒരു കുറ്റകൃത്യത്തിന് കാരണമായിട്ടുണ്ടോ, അല്ലെങ്കിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്തുള്ള ഒരു കുറ്റകൃത്യമാണോ ഈ നടന്നത്, ഈ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതൊക്കെ തീർച്ചയായും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. ഇപ്പോൾ എന്തായാലും മൃതദേഹം 11 മണിയോടുകൂടിയാണ് പോലീസ് കണ്ടെത്തുന്നത്. അതിനുശേഷം ഏകദേശം ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞതേ ഉള്ളൂ. എന്തായാലും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റും. തുടർന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലൈംഗികാതിക്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനുള്ളൂ. എന്തായാലും ദാരുണമായ ഒരു കൊലപാതകമാണ് മലപ്പുറത്ത് ഇപ്പോൾ
ഈ തൊടിയപ്പുരം റെയിൽവേ സ്റ്റേഷനിൻ്റെ പരിസരത്തെ ആളൊഴിഞ്ഞ കുറ്റിക്കാട്ടിൽ നടന്നിരിക്കുന്നത്.